രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാതൃകാപരമായ നടപടിയെടുത്തിരിക്കുകയാണ് KPCC. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലും ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ KPCC അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും കോൺഗ്രസിന് ഇതൊരു തിരിച്ചടി തന്നെ ആയിരിക്കില്ലേ? ഈ ഒരു കറമായാൻ കുറച്ച് സമയം എടുക്കില്ലേ? പ്രാഥമിക അംഗത്വം ഒഴിവാക്കിയെന്നല്ല അതിന് പറയേണ്ടത്. പടിയടച്ച് പിണ്ടം വെച്ച് ചാണകവെള്ളം തെളിച്ചു എന്ന് വേണം പറയാൻ. അത് പിന്നെ ആചാരപരമായ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടും അത് മറ്റു പല പ്രശ്നങ്ങൾക്ക് ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കും KPCC ഓഫീസിൽ അങ്ങനെ ഒരു ഇന്ദിരാഭവനിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാതിരുന്നത് എന്നുള്ളതാണ്. നോക്കൂ, കോൺഗ്രസിനെ ഇത് ഏത് തരത്തിലാണ് ബാധിക്കുമെന്നാണ് ആളുകൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഇടത് പ്രൊഫൈലൊക്കെ വലിയ ആഘോഷമാവുകയാണ്. കോൺഗ്രസിന് എന്തോ വലിയ നഷ്ടം സംഭവിച്ചു എന്ന രീതിയിൽ വലിയ ആഘോഷങ്ങൾ കൊണ്ടാണ്. ഇപ്പൊ PP ദേവിയുടെ ആയാലും സരിന്റെ ആയാലും അതുപോലെയുള്ള സൈബർ സഖാക്കന്മാരുടെയൊക്കെ പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയതോടുകൂടി ഇവിടെ പാർട്ടിക്ക് ഏതാണ്ട് തീരാ നഷ്ടം സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ആദർശത്തിന്റെ കാര്യത്തിൽ, നിലപാടിന്റെ കാര്യത്തിൽ ടീം കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ് 1000 മടങ്ങ് അവരുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു എന്ന് വേണം ഈ സംഭവത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ. കോൺഗ്രസിന് ഏറെ പ്രിയങ്കരനായിരുന്ന, അല്ലെന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല, കോൺഗ്രസിന് ഏറെ പ്രിയങ്കരനായിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ നേതാക്കന്മാർക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ചു വളർത്തിക്കൊണ്ടുവന്ന്, കൈപിടിച്ചു വളർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവ്, ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു രാഷ്ട്രീയ നിരീക്ഷകൻ, നല്ലൊരു രാഷ്ട്രീയ പ്രഭാഷകൻ, നല്ലൊരു കോർഡിനേറ്റർ, നല്ലൊരു ക്രൗഡ് പുള്ളർ ഒക്കെ ആയി വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പാലക്കാട് തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ പോലും, അതായത് പാലക്കാട് പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും തനിക്ക് പോസ്റ്റർ ഒട്ടിച്ചവർക്ക് വേണ്ടി, ചുവരെഴുതിയവർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തനത്തിനിറങ്ങിയ ഒരു രാഷ്ട്രീയക്കാരൻ. പക്ഷെ അയാളുടെ വ്യക്തി ജീവിതത്തിൽ മൂല്യങ്ങൾക്ക്, ബന്ധങ്ങൾക്ക് ഒന്നും യാതൊരു വിധമായ വില കൊടുക്കാതെ പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിച്ച ഒരു സൈക്കോപാത്തിനെ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, അങ്ങനെയുള്ള സൈക്കോപാത്തുമാരെ എല്ലാ വിഭാഗത്തിലുമുണ്ട്. അത് സിനിമയിലാകട്ടെ, രാഷ്ട്രീയത്തിലാകട്ടെ, കലാകാരന്മാർക്കിടയിലാകട്ടെ, സാധാരണക്കാർക്കിടയിലാകട്ടെ, എല്ലാ ആളുകൾക്കിടയിലും ഉണ്ടാകും. പുറമെ അയാളുടെ കർമ്മമണ്ഡലത്തിൽ ശോഭിക്കുമ്പോഴും അയാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയും ഒക്കെ അതിക്രമവും ലൈംഗികാതിക്രമവും ചെയ്യുന്ന ഒട്ടനവധി സൈക്കോപാത്തുകൾ നമുക്കിടയിലൊക്കെ ഉണ്ട്. അത്തരത്തിലൊരു സൈക്കോപാത്താണ്, കാമഭ്രാന്തനാണ് എന്ന് രാഹുലിനെ നേതാക്കന്മാർ മനസ്സിലാക്കിയ നിമിഷം രാഹുലിനെ പുറത്താക്കാൻ അവർ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അതിന് ശക്തമായ, വ്യക്തമായ ഒരു കാരണം വേണമായിരുന്നു. കാര്യം, അത്രയും ക്രൗഡ് പുള്ളറായ ഒരു നേതാവിനെ ഒരു ദിവസം കൊണ്ട് പാർട്ടിയിൽ നിന്ന് എഴുതിയ തള്ളാനൊന്നും പറ്റില്ല. സ്വാഭാവികമായിട്ടും അയാൾക്ക് ഒരു ആരാധനാ വൃന്ദമുണ്ട്. ആ വൃന്ദത്തെയൊക്കെ കൂട്ടിച്ചേർക്കണം. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. നിയമപരമായി കോടതിക്ക് മുമ്പിൽ ഇപ്പോൾ അയാൾ തെറ്റുകാരനാണ്, അതുകൊണ്ടാണ് അയാളുടെ ജാമ്യാപേക്ഷ നിഷേധിച്ചത് എന്ന് കൃത്യമായി ബോധ്യം വന്നതോടുകൂടി അയാളെ പുറത്താക്കാൻ പാർട്ടി തീരുമാനമെടുത്തു. ആ പാർട്ടിക്ക് ഇന്ത്യയിൽ, ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ പ്രബലമായ പാർട്ടികളെ പറ്റിയല്ല, BJPയെയും CPM-നെയും കോൺഗ്രസിനെയും ഒക്കെ മാറ്റി നിർത്ത് ഒരു പ്രാദേശിക പാർട്ടിക്കെങ്കിലും ഇതുപോലൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് തന്നെയാണ് ഉത്തരം. നമുക്ക് മുന്നിൽ എത്രയോ പേരുണ്ട്. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടി പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് കോഴിയാണ്, തെളിവുകളൊന്നുമില്ല. സ്വാഭാവികമായി ആ പെൺകുട്ടികളുടെ തെളിവുകൾ പ്രതിപക്ഷ നേതാവിനെയും മറ്റു നേതാക്കന്മാരെയും കൊണ്ട് കാണിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ മനസ്സിൽ വിലയിരുത്തുകയാണ് ഇയാൾ ഇത്തരക്കാരനാണ്. ഇതിനു മുമ്പും പരാതികൾ ലഭിച്ചപ്പോഴും അതൊരു ചെറുപ്പക്കാരന്റെ ചെറിയ ചെറിയ കുൽസിത വർക്കുകളാണെന്നൊക്കെ വിചാരിച്ച് കളഞ്ഞിട്ടുണ്ടാകും. അതിനെ തുടർന്ന് ഒരു മാധ്യമം ഇയാളുടെ ശബ്ദ സന്ദേശവും ഇയാളുടെ സ്ക്രീൻഷോട്ടുകളും പുറത്തേക്ക് വിടുകയാണ്. പുറത്തേക്ക് വിടുമ്പോ കോൺഗ്രസ് എന്താ ചെയ്തത്? കോൺഗ്രസിന് ചെയ്യാൻ പറ്റുന്ന എന്താണ്? അന്വേഷണ വിധേയമായി അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇവിടെ ഒരു പാർട്ടിക്കാരനും ഒരു നേതാവും പറഞ്ഞില്ല ഞങ്ങളുടെ പാർട്ടിയുടെ പോലീസ് സംവിധാനം അന്വേഷിക്കുമെന്ന്, ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ അന്വേഷിക്കുമെന്ന് പറഞ്ഞില്ല. ഞങ്ങളുടെ പാർട്ടിയിലെ മിഷൻ വെച്ച് രാഹുലിന്റെ ലൈംഗിക വൈകൃതത്തിന്റെ തീവ്രത അളക്കുമെന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരാളും പറഞ്ഞില്ല. അവരോട് പറഞ്ഞു നീ മാറി നിൽക്കാൻ പറഞ്ഞു. പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നിയമസഭയിൽ എത്തിയപ്പോ VD സതീശൻ കണ്ണുരുട്ടി കാണിച്ചു എന്ന് വാർത്ത കൊടുത്തപ്പോ VD സതീശൻ എല്ലാവരും കളിയാക്കി. ആ നിലപാട് ശരിയായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിക്കുകയാണ്. പിന്നീട് ചില നിയമസഭാ സമ്മേളന വേദിയിലേക്ക് വന്നില്ല. MLA സ്ഥാനം രാജിവെക്കാനൊന്നും പാർട്ടിക്ക് പറയാനൊന്നും പറ്റാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട്. നിയമപരമായി അയാൾക്കെതിരെ പരാതിയില്ല. ഇതാ പിന്നീട് മാസങ്ങൾക്ക് ഇപ്പുറം അയാൾക്കെതിരെ പരാതി വരികയാണ്. ആരോപണ വിധേയനായ ഒരാൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിക്ക് പറയുന്നതിനൊരു പരിമിതിയുണ്ട്. അത് പിന്നെ അയാളാണ് ഔദ്യോഗിക പരിപാടികളിലല്ലാതെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഹർഷ ഇലക്ഷന് മത്സരിക്കുക, ഹർഷയുടെ വീട്ടുകാർക്ക് എന്നെ കണ്ടുകൂടാ, പക്ഷെ ഞാൻ ഇറങ്ങി വന്ന വോട്ട് മേടിക്കുക, ഇലക്ഷന്റെ വേദിയാ, ഹർഷക്ക് എന്നെ നാട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് ആട്ടി വിടാൻ പറ്റുമോ? കയറിപ്പാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇടിച്ചു കയറി ചെന്ന് ഇയാൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇത് അടുത്ത ചാനൽ, അടുത്ത ഓഡിയോ ക്ലിപ്പും അടുത്ത ദൃശ്യങ്ങളും പുറത്തുവിടുന്നു. പെൺകുട്ടി ഔദ്യോഗികമായി പരാതി കൊടുക്കുന്നു.
മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും KPCCക്കും പെൺകുട്ടി പരാതി കൊടുക്കുന്നു. അപ്പൊ നോക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ പരാതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറി. അപ്പൊ പിന്നെ എന്താ പ്രതിപക്ഷ നേതാവിനോ KPCCക്കോ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ പരാതി FIR ഇടുന്നു. രാഹുൽ ഒളിവിൽ പോകുന്നു. മറ്റൊരു പരാതി വരുന്നു. ആ പരാതി ശ്രദ്ധിക്കണം, തന്തയില്ലാ പരാതിയാ. ആരാ പെൺകുട്ടി എന്നറിയില്ല. ഏതോ ഒരാൾ ഇമെയിലിൽ ഒരു സന്ദേശം അയക്കുക. കോൺഗ്രസ് പാർട്ടി ഒന്നും അമാന്തിക്കുന്നില്ല. കേരളത്തിലെ പോലീസിന്റെ ചീഫിന് ഈ പരാതി KPCC കൈമാറുകയാണ്. അപ്പൊ അവര് ചിന്തിച്ചില്ല, ഞാൻ വളർത്തിയ കുഞ്ഞാണ്, ഞാൻ പെറ്റ പുള്ളയാണ് എന്നൊന്നും വിലപിക്കാൻ നിന്നില്ല. പാർട്ടി തീവ്രത ഇളക്കാൻ നിന്നില്ല. മിഷൻ പൊടിയട്ടി എടുക്കാൻ നിന്നില്ല. ഏതാ തീവ്രത ഇളക്കുന്ന മിഷൻ CPM ഇത് കടം മേടിക്കാനൊന്നും പോയില്ല. പാർട്ടി അപ്പോഴും പറഞ്ഞു, അയാൾ ജാമ്യാപേക്ഷ വെക്കട്ടെ, കോടതി തള്ളട്ടെ, കാണാം, ഞങ്ങൾക്ക് നിലപാടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞാണ്, പേപ്പർ പ്രിന്റ് ചെയ്ത് മേശപ്പുറത്തിരിക്കുക, ഒപ്പിട്ടാ മതി. 1 മിനിറ്റ് കോടതി ജാമ്യാപേക്ഷയിൽ ജാമ്യം നിഷേധിക്കുന്നു. അടുത്ത സെക്കൻഡുകൾക്കുള്ള 60 സെക്കൻഡിനുള്ളിൽ കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ്, പ്രവർത്തകൻ ഇനി പാർട്ടിയിലില്ല, പാർട്ടിയിൽ നിന്ന് പുറത്തേക്കണം. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇവിടുത്തെ ഏതെങ്കിലും ഒരു പ്രാദേശിക പാർട്ടിക്ക് പോലും ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റുമോ? ഇവിടെ എന്തൊക്കെയാ പറഞ്ഞ രാഹുലിനെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാ? VD സതീശന്റെ ഏതാണ്ടൊക്കെ വീഡിയോയും ഏതാണ്ടൊക്കെ തെളിവുകളും രാഹുലിന്റെ കയ്യിലുണ്ട്. രാഹുലിനെ പേടിച്ചിട്ടാ. ഷാഫി എന്തൊക്കെയോ പേടിക്കുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്തൊക്കെയോ പേടിക്കുന്നു. KC വേണുഗോപാൽ പേടിക്കുന്നു. രമേശ് ചെന്നിത്തല പേടിക്കുന്നു. എന്തേ? പേടിയൊന്നും ഇല്ലല്ലോ. പുറത്താക്കേണ്ടവരെ പുറത്താക്കി പുകഞ്ഞ പുള്ളി പുറത്ത് എന്ന നിലപാട് കോൺഗ്രസ് എടുക്കുന്നു. നോക്കൂ, ഇതേ കേസ് ഗർഭചിത്രം ഇല്ലെന്നുള്ളതേ ഉള്ളൂ. ബലാത്സംഗ കേസിൽപ്പെട്ട ഒരുത്തൻ ഇപ്പോഴും ഭരണപക്ഷത്തെ 98 MLA-മാർക്കൊപ്പം അവിടെ പോയി ഇരിക്കുന്നില്ലേ? അവൻ ഇപ്പോഴും MLA ആയിട്ട് നെഞ്ചും വിരിച്ച് നാട്ടിലൂടെ ഇറങ്ങി നടക്കുന്നില്ലേ? എന്നിട്ടാണ് CPM സൈബർ സഖാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയെ മൂല്യബോധം പഠിപ്പിക്കാനും ധാർമ്മികത പഠിപ്പിക്കാനും നടക്കുന്നത്. ഇന്ന് മുരളീധരൻ പറഞ്ഞെന്താ? ധാർമ്മികത ഉണ്ടെങ്കിൽ രാജിവെക്കാൻ ഞാൻ പറയില്ല, കാരണം ധാർമ്മികത ഇല്ല എന്ന് അവൻ തെളിയിച്ചു കഴിഞ്ഞു എന്നാണ് കെ മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാണമുണ്ടോ CPM? എനിക്കതിനെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, CPM-ന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് നിങ്ങൾക്ക് നാണമുണ്ടോ? ഒരു ബലാത്സംഗ കേസിൽ FIR ഇട്ട പ്രതിയെ നിങ്ങളുടെ കൂട്ടത്തിൽ 98 പേരിൽ ഒരാളാക്കി ഇരുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ജാമ്യം നിഷേധിച്ചപ്പോ നിയമപരമായ അയാളുടെ കേസ് നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അതേ നിമിഷം 1 മിനിറ്റ് പോലും എടുക്കാത്ത സെക്കൻഡുകൾക്കുള്ളിൽ പുറത്താക്കിയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്ന. ആ കോൺഗ്രസിനെ നോക്കി പല്ലിളിച്ച് കാണിക്കാൻ നാണമുണ്ടോ? ഇവിടുത്തെ മാധ്യമങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ മുക്കിന് DCC അധ്യക്ഷന്മാർ മുതലാക്കി ബൂത്ത് പ്രസിഡന്റുമാർ മുതലാക്കി KPCC അധ്യക്ഷൻ വരെ പ്രതിപക്ഷ നേതാവ് വരെ ഉള്ളവരോട് മൈക്ക് നീട്ടുമ്പോ രാഷ്ട്രീയം പറയുമ്പോ വാ തുറക്കാൻ സമ്മതിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നല്ലോ പിണറായി വിജയൻ. ഒരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ അടുത്ത് പോകാൻ പറ്റത്തില്ലല്ലോ, ദൂരെ ഇരുന്നുകൊണ്ട് 10 അടി മാറി ദൂരെ ഇരുന്നുകൊണ്ട് ചോദിക്കാമോ, എന്തിനാ സാറേ ഈ ബലാത്സംഗ കേസിലെ പ്രതിയായ ഒരുത്തരെ നിങ്ങൾ MLA ആക്കി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാമോ? ചോദിക്കാനുള്ള ആർജവം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോട് കാണിക്കണം. അത് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും കോൺഗ്രസ് അവരുടെ അഭിമാനം ഉയർത്തിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷം കോൺഗ്രസ് സമ്മാനിച്ചിരിക്കുകയാണ്.